വികസന വകുപ്പിന്റെയും പള്ളിപ്പുറം ക്ഷീരസംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടിയും കറവ പശുക്കൾക്ക് കാലിത്തീറ്റ സബ്സിഡി വിതരണവും നടത്തി. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാലിത്തീറ്റ വിതരണ പദ്ധതിക്കായി 7,68,820 രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത്. ഒരു ചാക്ക് കേരള ഫീഡ്സ് എടുക്കുന്ന കർഷകന് ഒരു ചാക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ 5 മാസം ആനുകൂല്യം ലഭിക്കുന്നു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സാജിദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സുബോധ ഷാജി, EK ജയൻ, അഗസ്റ്റിൻ മണ്ടോത്ത്, ശാന്തിനി പ്രസാദ്, കേരള ഫീഡ്സ് മാർക്കറ്റിംഗ് ഓഫീസർ ശങ്കർ, പള്ളിപ്പുറം ക്ഷീരസംഘം സെക്രട്ടറി ജിമോൻ ലാസർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മൂല്യവർദ്ധിത പാലുൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിൽ സീനിയർ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ജൂണി ജോസ് റോഡ് റിംഗ്സ് വിഷയാവതരണം നടത്തി. സർക്കാരും ഈ തുക നമുക്കായിട്ട് അനുവദിച്ചു തരുന്നത്. കാലിത്തീറ്റ നമുക്കറിയാം, നമ്മൾ നല്ല ക്വാളിറ്റി തന്നെ നോക്കിയാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത്. ഒരു ചാക്കിന് ഒരു കർഷകൻ 1,515 രൂപയാണ് അടക്കേണ്ടി വന്നത്. ഇത്തരത്തിൽ 5 മാസങ്ങളിലായി 7,575 രൂപയാണ് തീറ്റയുടെ സബ്സിഡിയായി കർഷകർക്ക് ലഭിക്കുന്നത്. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തും ക്ഷീര കർഷകരെ എങ്ങനെയൊക്കെ സഹായിക്കാമോ അങ്ങനെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. അതിന് നിങ്ങൾക്ക് ഈ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം വാങ്ങിത്തരുന്നതിന് കൃത്യമായി പ്രവർത്തിച്ചു വരുന്ന ഉദ്യോഗസ്ഥരും, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബിന്ദുജി ആയിരുന്നു, അതിനു മുമ്പ് രതീഷ് സാറായിരുന്നു, സാറും ഇപ്പോൾ വന്ന നമ്മുടെ ജൂനിയർ മാഡവും നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഉണ്ട്. ഒപ്പം വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തുമുണ്ട്. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സാജിദ് അവരുടെ ഏറെ സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തുളസി സോമനാണ്. പ്രസിഡന്റിനെ ഓരോരുത്തർക്കും വേണ്ടി ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളോട് പറഞ്ഞു തരാനായി മാർക്കറ്റിംഗ് ഓഫീസർ ശ്രീ ശങ്കർ സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെയും വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ DEO കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് മിടുക്കിയാണ്. മാഡത്തെയും ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ചെയർമാൻ EK ജയൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാനാണ് EK ജയൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ശാന്തിനി പ്രസാദ്, അഗസ്റ്റിൻ മണ്ടോത്ത്, ഇവരെയും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. BDO, നമ്മുടെ ക്ഷീരസംഘത്തിൽ നിന്നെത്തിയവർ, കർഷകർ, ഉദ്യോഗസ്ഥർ, മറ്റുദ്യോഗസ്ഥർ എല്ലാവരെയും വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രത്യേകിച്ച് കുളമ്പ് രോഗമൊക്കെ വന്ന് മരണപ്പെടുന്ന സ്ഥിതി ഇപ്പോൾ കൂടുതലായി നമ്മുടെ വൈപ്പിൻ കരയിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കും. വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളടക്കം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന അറക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന പിന്നെ മൃഗങ്ങളിലൂടെയൊക്കെയാണിത് പകരുന്നത് എന്നാണ് കർഷകരുടെ ഭാഗത്ത് കിട്ടിയ അഭിപ്രായം. അപ്പം അതിൻ്റെ തടയിടാൻ വേണ്ടിയിട്ട് നമ്മുടെ പരിശോധനകൾ, പ്രത്യേകിച്ച് ചില പ്രത്യേക ദിവസങ്ങളിൽ നമ്മുടെ വൈപ്പിൻകരയിൽ എത്തുന്ന ഈ അറവ് മൃഗങ്ങളെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന കടുത്ത രൂപത്തിൽ നടത്തണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പല കർഷകരത് പറയുന്നുണ്ട്. അപ്പം അതെങ്ങനെ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ളൊരു ചർച്ച നടക്കേണ്ടതാണ്. അതിലെനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈപ്പിൻകരയിൽ പ്രധാനപ്പെട്ട ഈ തൊഴിലിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ, അറവ് തൊഴിലും അതിൻ്റെ വിൽപ്പനയിലും ഏർപ്പെട്ടിട്ടുള്ള കച്ചവടക്കാരും, അവരെ ഒന്ന് വിളിച്ചു കൂട്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ബോധവൽക്കരണം ആദ്യം തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. തുടർന്ന് അത്തരത്തില് ആ ബോധവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടുകളിലേക്ക് അവർ മാറുന്നില്ല എങ്കിൽ അതിന് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ ഈ പശുക്കളെ ഇൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ടാകും. ഗവൺമെന്റ് അതിനകത്ത് ചില നടപടികൾ ആരംഭിച്ചതായിട്ട് മന്ത്രിയുടെയൊക്കെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാവുന്നു. ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ ഇപ്പോൾ വാർഷിക പദ്ധതി ഭേദഗതി ചെയ്യാനുള്ള ഒരു സന്ദർഭം.
അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പുതിയ പ്രൊജക്റ്റ് എന്ന നിലയിൽ നമ്മൾ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇംപ്ലിമെൻ്റ് ഓഫീസർ എന്ന നിലയിൽ പിന്നെ DO ആണുള്ളത്. വെറ്ററിനറി ഡോക്ടർമാർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇംപ്ലിമെൻ്റ് ഓഫീസർമാരാണ്. അതാത് ഗ്രാമപഞ്ചായത്തുകളിലാണ് അവ പിന്നെ മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രൊജക്റ്റുകൾ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം വെറ്ററിനറി ഡോക്ടർമാർക്കാണ്. അപ്പോൾ അവരിലൂടെ ഈ പ്രൊജക്റ്റ് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള ഈ പിന്നെ എന്താണ് കന്നുകാലി ഇൻഷുറൻസ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലൊരു ഡോക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോരായ്മ, നിലവിൽ സർക്കാരിൻ്റെ ഇൻഷുറൻസ് തുക എന്ന് പറയുന്നത് വളരെ ചെറിയൊരു തുകയാണ്. അപ്പം ആ തുക മാത്രമേ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം പറയേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഇൻഷുറൻസ് ചെയ്യാനായിട്ട് കമ്പനികൾ തയ്യാറാകില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം എന്നുള്ളതാണ്. ഏതായാലും ബ്ലോക്ക് പഞ്ചായത്ത് ആ പ്രൊജക്റ്റ് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. ആ ഫണ്ട് ഓരോ ഗ്രാമപഞ്ചായത്തുകളിലെയും വെറ്ററിനറി ഡോക്ടർമാർ അവരുടെ ആ പ്രദേശത്തുള്ള കർഷകരിൽ എത്ര പശുക്കളെയാണ് നമ്മൾ ഇൻഷുർ ചെയ്യേണ്ടതെന്നതിനെ കണ്ടെത്തി അതനുസരിച്ച് കൊണ്ട് ആ ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണം എന്നാണ് എനിക്ക്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാഴ്ചപ്പാടും പ്രവർത്തനവും ഒക്കെ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഓരോ വർഷവും കർഷകർക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള പാലുൽപ്പന്നങ്ങളും ഉണ്ടാക്കി നമ്മൾ ഈ വൈദ്യുതിരക്ക് മാതൃകയാകണം എന്ന അഭ്യർത്ഥന ഞാൻ എല്ലാ വർഷവും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ പുതിയ ആശയങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇവിടെ കുറേ ആളുകൾ നമ്മളോട് കുറേ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ നിർദ്ദേശങ്ങളൊന്നും നമുക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം മാർഗനിർദ്ദേശത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് കൂടുതൽ. അവരുമായി സംയുക്തമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അതുപോലെ തന്നെ സംഘങ്ങളുമായി ചെയ്യാൻ കഴിയുന്നത്. അപ്പം നമ്മുടെ സംഘങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 സംഘങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള സംഘം എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിപ്പുറത്ത് തന്നെ. അപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ ഞങ്ങളൊരു പുതിയ ആശയമല്ല പഴയ ആശയമായിരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് കർഷകർക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കാൻ. വെർട്ടിഫിക്കേഷൻ അത് പക്ഷേ ഓഹരി കൊടുക്കണം. ഗുണഭോക്താക്കൾ എന്നുള്ള നിലയിൽ സംഘോരത്തെ നമ്മൾ വെക്കുന്ന പൈസ ഇത്ര ശതമാനം വെക്കണം. അതുകൊണ്ട് വേഗം തന്നെ സംഘ സെക്രട്ടറിനെ ഇവിടെ നിന്ന് വിളിച്ചതാണ്. എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ നമുക്കത് കർഷകർക്ക് പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ ലാഭ് സംവിധാനം. ശാന്തിനി മണ്ഡലത്ത് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ, ക്ഷീര വികസന ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ സെക്രട്ടറി, ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ടവരെ, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കാലിത്തീറ്റ വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ഉൽപാദന മേഖലയിൽ, ക്ഷീരവികസന മേഖലയിലും കാർഷിക മേഖലയിലും നൂതനമായ പദ്ധതികളെ ഏറ്റെടുക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ടാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം കർഷക മൈത്രി കർഷക സമ്പർക്ക പരിപാടിയും കാലിത്തീറ്റ പദ്ധതി ഉദ്ഘാടനത്തിൻ്റെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ സാജിദ് എ. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീമതി തുളസി സോമൻ, DO, DFI, പിന്നെ നല്ലവരായ കർഷകരെ. ഞാൻ കേരള ഫീഡ്സിലെ മാർക്കറ്റിംഗ് ഓഫീസറാണ്. അപ്പം ഈ പദ്ധതി നമ്മൾ കാലിത്തീറ്റ നമ്മളെ ത്രൂ ആണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കറിയാവുന്ന കാലിത്തീറ്റ
ഒരു കാലിത്തീറ്റയുടെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ വിലയുടെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഫീഡ്സ് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. കേരള ഫീഡ്സ് വന്നതോടുകൂടിയാണ് നമ്മുടെ സ്വകാര്യ കമ്പനികളുടെ വിലയും ബാക്കിയുള്ള ഗുണമേന്മയും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വകാര്യ കമ്പനികൾ വില കൂട്ടുമ്പോൾ നമുക്ക് അങ്ങനെ വില കൂട്ടാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ സർക്കാരാണ് അത് നിയന്ത്രിക്കുന്നത്. കർഷകർക്ക് വില കൂടുതലായിട്ട് നമ്മൾ ഈ കാലിത്തീറ്റ വിതരണം ചെയ്യുമ്പം അവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ സർക്കാർ ഈ വില നിയന്ത്രിച്ച് നമ്മൾ ഇത് കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കാലിത്തീറ്റയുടെ ഒരു വില നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, കാലിത്തീറ്റയ്ക്ക് അത്രയ്ക്കും വലിയ ഒരു ഇത് വരില്ലായിരുന്നു. നമ്മളിവിടെ കല്ലാറ്റിക്കരയിൽ, ഈ തൃശ്ശൂർ ജില്ലയിലെ കല്ലാറ്റിക്കരയിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ ഇതെല്ലാം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്നും തമിഴ്നാടിൽ നിന്നും കർണാടകയൊക്കെ ഇരുന്നാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചിലവുകളും ഇതൊക്കെ ഉണ്ട്. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എന്താ ഇവിടുത്തെ പ്രൊഡക്ഷനും ലേബർ കോസ്റ്റും ഇതെല്ലാം കൂട്ടിയിട്ട് ആണെങ്കിൽ തന്നെ ഇപ്പോഴും നിലവിൽ ഒരു ബാഗിന് ശരിക്കും പറഞ്ഞാൽ 120 രൂപയോളം നഷ്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഇപ്പോഴത്തെ ഈ ക്ഷീര സംഘങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്കിപ്പം ഈ സാമ്പത്തികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെയാണ് ക്ഷീരസംഘങ്ങൾക്കും എല്ലാവർക്കും തന്നെ. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ക്രെഡിറ്റ് നമ്മൾ കമ്പനിയിൽ നിന്ന് ഡീലർഷിപ്പുള്ള സൊസൈറ്റികൾക്കൊക്കെ നമ്മൾ ക്രെഡിറ്റ് കൊടുത്തിട്ടാണ് നമ്മളിപ്പം സപ്ലൈ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ